ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അടുത്ത ലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് ദുനിയാവ് അങ്ങനെയല്ല. അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടു മറ്റുള്ള ആളുകളെ പ്രശ്നങ്ങളെ കൂടി പ്രയാസങ്ങളെ കൂടി കണക്കിലെടുത്തും കൊണ്ടും കൊടുത്തും പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക, എന്നാൽ കുറ്റത്തിലും അതുപോലെ ധിക്കാരപരമായ തെറ്റായ കാര്യങ്ങളിലും പരസ്പരം നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന് അതിന്റെ ഒരു അടിസ്ഥാനമായി അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ്. സഹായിക്കേണ്ടത് നന്മയിലാണ്. തിന്മയായ ദോഷകരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായമില്ല. നന്മയിലാണ്, പരസ്പരമുള്ള പുണ്യത്തിന്റെ കർമ്മത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത് എന്നാണ്. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നുവെങ്കിൽ ആ സമയം അത്രയും അല്ലാഹു തആല അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല അവനെയും സഹായിക്കുമെന്നാണ്. ഒരാളെ സഹായിച്ചത് കൊണ്ട് നഷ്ടമൊന്നും വരാനില്ല. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഇല്ല. അതുകൊണ്ട് തന്നെ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു, അതുകൊണ്ട് ഷിർക്കാകുന്നു എന്ന് സൂചിപ്പിച്ചത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട ഇസ്തിആനത്ത്, അതിനുണ്ടാകേണ്ട മര്യാദകൾ, അതിനുണ്ടാകേണ്ട രീതികൾ, അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ, ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ഷിർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആനത്ത് എന്ന് പറയുകയും മറ്റു പലരോടും സഹായം തേടുകയും ചെയ്യുന്ന ആളുകൾ അവരുടേതായ സഹായത്തേട്ടങ്ങളെയെല്ലാം ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവിടെയാണ് എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മറ്റു രംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇസ്തിആനത്തിനെ കുറിച്ച് പറയുന്നു. എന്നാൽ മനുഷ്യരോട്, ജീവിച്ചു നിൽക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായാർത്ഥനകൾ, ആ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഇതേപോലെ ജിന്നുകളോടോ മലക്കുകളോടോ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പദങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയും എന്താണോ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് അതിനെതിരായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതുവിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ നാം ഉദ്ദേശിക്കുന്നതും നാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ്. അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നാമതായി നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്കാണ് പരിശോധിക്കുക. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ആദർശത്തിന് ഒരു കോട്ടം തട്ടുന്ന ഒരു വാദം നിങ്ങളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടവനാണ്. അപ്പം അതിൻ്റെ ഒരു കൃത്യമായ നിജസ്ഥിതി അറിയാനും വേണ്ടിയാണ് ഞാനിവിടെ ചോദിക്കുന്നത്. ശരി, ഞാനിത് ഇവിടെ തന്നെ വായിക്കത്. രാത്രിയുടെ ഇരുളിൽ
തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരു മനുഷ്യൻ. ശബ്ദം കേൾക്കുന്നില്ല, ആ ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന ചോദ്യം അഭൗതികമായതോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് ചോദിക്കുന്നതോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ലെന്നാണ് ഇവിടെ എഴുതിയതും ഫൈസൽ മുസ്ലിയാർ വാദിച്ചത്. അതായത് ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പെട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ ചോദിക്കണേ എന്നെ ഒന്ന് രക്ഷിക്കാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആ സഹായാർത്ഥന ഷിർക്കല്ലെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ചോദിച്ചത്. ഞാൻ ആ ചോദിച്ച ചോദ്യം ഷിർക്കാണോ എന്ന്. അപ്പോൾ താങ്കൾ വ്യക്തമല്ലാത്ത രീതിയിലാണ് പറയുന്നത് മറുപടി. ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ഷിർക്കാണോ? ഇനി ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഷിർക്കാവുന്നത്, ഷിർക്കല്ലാത്തതാണ്? ജിന്നിനോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് ഷിർക്കാവുന്നത്, ഏത് ചോദ്യം ചോദിച്ചാലാണ് ഷിർക്കല്ലാണ്ടാവുന്നത്? ഒന്ന് വിശദീകരിക്കാവോ? അത് തന്നെയല്ലേ നമ്മൾ തുടക്കത്തിൽ മുതലേ പറഞ്ഞത്. അതായത് ഇതൊരു തർക്കത്തിൻ്റെ വേദിയല്ല. ഞാൻ മുഴുവനായിട്ടും പറയട്ടെ, നിങ്ങൾ ഇരിക്കി. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് ഒരു തർക്കത്തിൻ്റെ വേദിയല്ല, ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ല. ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് താങ്കൾ ചോദ്യം ചോദിക്കുന്നത് എങ്കിൽ താങ്കൾക്കുള്ള ഉത്തരം ഇപ്പോൾ താങ്കൾ വായിച്ച വരിയിൽ തന്നെയുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അഭൗതികമായ മാർഗത്തിലുള്ള വിളിയാണോ വിളിച്ചത്? ശിർക്ക് തന്നെയാണ്. എന്താ സംശയം? അഭൗതികമായ മാർഗത്തിലുള്ള വിളിയാണോ വിളിച്ചത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള സഹായത്തേട്ടമാണോ ചോദിച്ചത്? ശിർക്കാണ്. അഭൗതികമായ മാർഗത്തിലുള്ളതല്ല, ഭൗതികമായതാണ്. അതേസമയം കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എങ്കിൽ ആ വിളി അത് ശിർക്കല്ല. എന്നാൽ അത് ജിന്നിനോടാണ് എങ്കിൽ പറ്റൂല, അത് ഹറാമാണെന്നാണ് പറഞ്ഞത്. പറ്റൂല, ഹറാമാണ്. ഇനി അതിലെന്താ വ്യക്തമാകാനുള്ളത്? അത് തന്നെയാണ് തുടക്കം മുതലേ ഈ 2 പ്രാവശ്യം ചോദ്യം ചോദിച്ചപ്പോഴും പറഞ്ഞത്. അതിൽ പറഞ്ഞതിന് എതിരിൽ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതേ ആ വിഷയത്തിൽ പറയാനേ ഉള്ളൂ. ഇനി അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ആ എഴുതിയത് എന്താണോ ആ എഴുതിയത് തന്നെയാണ് പറയാനുള്ളത്. അതിൽ യാതൊരു മാറ്റവും. ഇനി അതിനേക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാന്നല്ലാതെ ആ ചോദ്യത്തിൽ ഇനി പ്രത്യേകിച്ച് എന്തില്ല, നമ്മളെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. മാലിക് സെൽഫി ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. അല്ല, ഷിർക്കല്ലെന്നാണ് വാദം. അങ്ങനെ? അതെ, ഷിർക്കല്ലെന്നാണ് വാദം. ആ എഴുതിയ രൂപത്തിലാണെങ്കിൽ ഷിർക്കല്ല, പക്ഷെ ആ ചോദ്യം ഹറാമാണ്. അല്ല, ഹറാമാണെന്ന് ഇതിലില്ല, ഷിർക്കല്ലെന്നാണ് പറഞ്ഞേക്കണത്. ഹറാമാണ് എന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, അതുപോലെ. അപ്പൊ ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഷിർക്കാവുന്നതും ഷിർക്കല്ലാത്തതും പറയാമോ? പറഞ്ഞു. ഞാൻ ആ സഹോദരനോട്, നിങ്ങളെ പേരെന്തേനു? ഹാരിസ്. നിങ്ങൾ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കുറച്ച് വായിച്ചിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. അപ്പം നിങ്ങളൊരു ഏകദേശം 2012 മുതൽ ഈ ലേഖനം വിവാദ വിഷയമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മുഖാമുഖത്തിലും ഈ വിഷയം ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചെയ്യേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു. നിങ്ങളെ ലേഖനം മുഴുവനായിട്ടെങ്കിലും ഒന്ന് വായിക്കണം. മനസ്സിലായോ? ആ ലേഖനത്തിൻ്റെ ഹെഡിങ് അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്നാണ്. സമസ്തയുടെ നേതാവായിട്ടുള്ള അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നൊരു ലേഖനമാണത്. അതിൻ്റെ തുടക്കം തന്നെ അമ്പലക്കടവ് ഫൈസി തൻ്റെ പുതിയ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരക്കേടുകൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെയും സത്യധാര മാസികയിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടു നോക്കി. പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം മാത്രമാണ് പരമമായ വിനയം ഇബാദത്തും ആവുകയുള്ളൂ എന്ന തൻ്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി.
മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പ്രധാന ദൈവമെന്ന നിലയിൽ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നെന്നും സാത്തിദാരിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാം, അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു. അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്, മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്കതീതവും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണി ഫൈസി തെളിയിക്കട്ടെ. ഫൈസി, ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമേത്തി അടിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അബൗദ്ധികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ ആണെന്ന് വരുന്നില്ല. ഇതിന് തർക്കമില്ലല്ലോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ തർക്കമുണ്ടോ? ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. യെസോറിന് പറഞ്ഞത് ഇപ്പൊ വായിച്ച് തർക്കമുണ്ടോ? അല്ലേ, ഈ മൗലൂദിലെ തെറ്റ് മനസ്സിലാക്കാൻ മൗലൂദ് മൊത്തം പാരായണം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മാത്രം ശ്രമിച്ചാൽ പോലെ. ഞാൻ ചോദ്യം പറഞ്ഞു ചോദിച്ചു, ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതും ശിർക്കല്ലാത്തതും? അതെ, അത്രയും പറഞ്ഞാൽ മതി. ഏതാണ് നിങ്ങൾ വായിച്ചത്? അതല്ല, നിങ്ങൾ ആദ്യം ചോദിച്ചതല്ല, നിങ്ങൾ ആദ്യത്തെ ചോദ്യം അതല്ല. ആദ്യത്തെ ചോദ്യം നിങ്ങൾ ജബ്ബാറിന്റെ ലേഖനം. ഇല്ല, ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം തന്നെ കൃത്യം. ഞാൻ ഒരു സ്ഥലത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി. ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ചു ചോദിക്കാൻ അനുവദിക്കൂ. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി 3 അവസരം ഇനി എന്റെ സംസാരം കേൾക്കും. ഓക്കെ, ഇനി കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. അതേസമയം തൻ്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രീലാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബ്രീലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് തേടിയാൽ അത് ശിർക്കാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ജിബ്രീലിനോട് ഈമാൻ കൊണ്ട് തേടിയാൽ ശിർക്കാണ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ, ഇതെന്തിനാണ് ജബ്ബാർ മൗലവി ഇതിന് അമ്പലക്കടം മറുപടിയാണ് ഫൈസിക്ക് മറുപടി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കുമ്പോൾ അതൊരു മയ്യത്തിൻ്റെ ശബ്ദം, ആ ശബ്ദം മൊയ്‌ദി ശേഖിന്റെ ശബ്ദമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഉറപ്പാണല്ലോ, തർക്കമല്ല. മരിച്ചവരോട് അവർ എന്തെങ്കിലും അവർ കേൾക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അത് ശിർക്കാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അവർ കേൾക്കും എന്നുള്ള ആ വിശ്വാസം, ഉദാഹരണം ഇബ്നു അബ്ദുൽ ഹമീദ് റഹ്മത്തുള്ള അഹ്വാൽ ഖുബൂർ എന്നുള്ള ഗ്രന്ഥത്തില് ഭൂരിപക്ഷം പണ്ഡിതന്മാർ മരിച്ചവർ കേൾക്കും എന്ന വിശ്വാസക്കാരാണ്. അവരെല്ലാവരും ശിർക്ക് മനസ്സിലാക്കി എന്ന് പറയുന്നത്, ഭൂരിപക്ഷം പണ്ഡിതന്മാർ മരിച്ചവർ കേൾക്കും എന്ന വിശ്വാസക്കാരാണ്. അവരെല്ലാവരും ശിർക്ക് മനസ്സിലാക്കി എന്ന് പറയുന്നത്. എന്താണ് ഈ ആശയം? ഷെയ്ഖ് നബി റഹ്മത്തുള്ള മരിച്ചവർ കേൾക്കുമെന്ന വിശ്വാസക്കാരാണ്. ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു കസീർ, ഇബ്നു അബ്ദുൽ ഹാദി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഈ അടുത്ത് മരണപ്പെട്ടു പോയ അദ്വാൽ ബായന്റെ മുഫസ്സിറായ ഷംഖീദ് റഹ്മത്തുള്ള, ഇവരെല്ലാവരും മരിച്ചവർ കേൾക്കുമെന്ന് അവർക്ക് ശിർക്ക് അറിയില്ലെന്ന് റബ്ബേ. ഇവരെല്ലാവരും മരിച്ചവർ കേൾക്കുമെന്ന് അവർക്ക് ശിർക്ക് അറിയില്ലെന്ന് റബ്ബേ. ഇവരെല്ലാവരും മരിച്ചവർ കേൾക്കുമെന്ന് അവർക്ക് ശിർക്ക് അറിയില്ലെന്ന് റബ്ബേ. ആ ശബ്ദം ഒരു മരിച്ചുപോയ മൊയ്‌ദി ശേഖിന്റെ ശബ്ദമാണ് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. കാരണം അങ്ങനെ ഒരു കാര്യകാരൻ അവിടെ അല്ല. ഹാരിസ് ഇബ്നു സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ശിർക്ക് വരുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം, ഇബാദത്താവാത്ത ഒരു കാര്യത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം? പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ്, അല്ലെങ്കിൽ കല്ലിനോടായതാണ്, മരത്തോടായതാണ് ശിർക്ക്, പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അതില്ല. ആ ജിന്നുവാദം എന്ന പ്രയോഗം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അത് പ്രത്യേകം പറയാണ്. അതേ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഖാദിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുകയില്ല. ജമാദാത്തുകളോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കാകാത്തതുമുണ്ട് എന്നതിൻ്റെ ന്യായം എന്താണ്?
എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത റൂഹില്ലാത്തവയോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ന്യായം എന്താണ്? അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് അത് ഷിർക്കാകാത്തത്. നമ്മൾ ജമാഅത്തുകളോട് നേരത്തെ പറഞ്ഞൊരു കല്ലിനോട് ഒരാൾ തമാശക്ക് 10 രൂപ തരുമോ, അതല്ലെങ്കിൽ അങ്ങാടി പോയി എനിക്ക് മീൻ വാങ്ങിത്തരുമോ എന്നൊരു കല്ലിനോട് ഒരാൾ പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തമായി, ഒരു വിവരക്കേടായി, അല്ലെങ്കിൽ ഒരാൾ നടത്തുന്ന തമാശയായിട്ടേ അതിനെ കരുതേണ്ടതുള്ളൂ. ആളെ കാണുന്നില്ല, തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ? ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്നെ ഈ കുടുക്ക് രക്ഷപ്പെടുത്തണം, എനിക്കൊരു വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ഞാൻ ചോദിക്കുന്നു, ഈ 3 കാര്യങ്ങളാണ് ജബ്ബാർ മൂലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ആ ചോദ്യം അബൗദികമായ ചോദ്യമല്ല. അത് അബൗദികമായ ചോദ്യമാണെന്ന് KNM എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്? 2005-6-11 ശേഷമാണ് KNM ഈ ചോദ്യം അബൗദികമായത്. ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരനായ അനസ് മുസ്ലിയാർ ഇതിലെവിടെയാണ് ശിർക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കൽപ്പിക്കപ്പെடும். ക്ഷമിക്കും. ഈ ചോദ്യം അബൗദികമല്ല എന്ന് 2012 വരെ 5-6-11 വരെ അനസ് മുസ്ലിയാർ പറഞ്ഞു. പിന്നീട് മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞത് മാറ്റി പറഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം. ഇനി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതോ? ഈ ചോദ്യത്തിൽ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളത്? 2012 വരെ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല. 2005-6-11 ശേഷം അപ്പുറത്തായി. സൃഷ്ടികളുടെ കഴിവിൽ പെടാതെ തേടുകയില്ല, അതുകൊണ്ട് ആ സഹായാർത്ഥന ശിർക്കല്ല. ഇനി ഞാൻ ആ സഹോദരൻ ചോദിക്കും, നിങ്ങളുടെ വാദം ശിർക്കാണെന്നാണല്ലോ അല്ലേ? ഇത് ശിർക്കാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലുമാണ് പങ്കു ചേർക്കുമ്പോൾ ശിർക്കുന്നത്. ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലാണോ പങ്കു ചേർക്കുന്നത്? ചോദ്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ജബ്ബാർ മൗലവി പറഞ്ഞു ശിർക്കല്ല. ഷിർക്കാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ അള്ളാഹുവിനെ പോലെ അള്ളയാണെന്ന് വിശ്വസിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അഫ്ആലുകൾ അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സൃഷ്ടിക്ക് ചെയ്യാൻ കഴിയും വിശ്വസിക്കണം. ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലിലാണോ പങ്കു ചേർത്തിട്ടുള്ളത്? അത് മാത്രം പറഞ്ഞാൽ മതി. അള്ളാഹു സൃഷ്ടാവാണ്, ഗായിബാണ്. ജിന്ന് സൃഷ്ടിയാണ്, ഗായിബാണ്, അദൃശ്യമായ രീതിയിലൂടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പറയട്ടെ, ഞാൻ പറഞ്ഞു. ഈ 2 പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ, അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കുചേർക്കൽ? കാരണം ജിന്നിന്റെ സഹായം. അപ്പൊ അള്ളാഹുവിന്റെ പങ്കുചേർത്തതിന് അള്ളാഹുവിന്റെ ഗായിബ് എന്നുള്ളതാണ്. അല്ല, പങ്കുചേർക്കലല്ലേ. ഞാൻ ചോദിക്കണതല്ല, അള്ളാഹുവിന്റെ ഏതിലാണ് പങ്കു ചേർത്തിട്ടുള്ളതാണ്? അള്ളാഹിന്റെ ഗായിബ് എന്നുള്ളതിനാണോ? ഞാൻ പറഞ്ഞോട്ടെ, ജിന്നിന്റെ ഒരു പ്രവർത്തനവും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മൗലവിയും പറഞ്ഞു തരുന്നു. എങ്കിൽ ജിന്നിനോടുള്ള ഏത് കാര്യമാണ്, ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടിയും പറയുന്നില്ല. കാരണം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ശിർക്കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. സഹോദരൻ, ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ഒരു കാര്യം ഇപ്പൊ കള്ളുടിക്കൽ ശിർക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും എങ്ങനെ ശിർക്കാകുക? ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ അഫ്ആലാണോ സിഫാത്തിലാണോ പങ്കു ചേർക്കുന്നത് നിങ്ങൾ പറയണം. അപ്പോഴല്ലേ നിങ്ങൾ ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഗായിബാണ്, ജിന്ന് ഗായിബ്. അപ്പൊ എന്റെ ചോദ്യം, അള്ളാഹു ഗായിബായത് പോലെയാണോ ജിന്ന് ഗായിബ്? അതെങ്കിൽ നിങ്ങൾ ശിർക്കിലാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.